നമസ്കാരമുണ്ട്, ബിനിക്കുട്ടനാണ്. നമ്മുടെ ഡ്രൈവർമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 90% ഡ്രൈവർമാരും എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടോ വീടിൻ്റെ ലോണോ അല്ലെങ്കിൽ വണ്ടിയുടെ ലോണോ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമീപിക്കുക എന്ന് പറഞ്ഞാൽ ബ്ലേഡുകാരെയാണ്, അല്ലേ? ബ്ലേഡ് അല്ലേ, പിന്നെ പണയം, അല്ലെങ്കിൽ ഫിനാൻസ്, ഇസാഫ്, എല്ലാൻറ്റി, കുടുംബശ്രീ, അങ്ങനെ കുറേ ഫിനാൻസുകാരുണ്ട്. മഹേന്ദ്ര, ബജാജ് ഫിനാൻസ്, ഇവരെയാണ് സമീപിക്കുക. അത് ഒരെണ്ണം എടുത്ത് അതടച്ച് എന്തെങ്കിലും പെൻഡിങ് വന്ന് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് എടുക്കും, അല്ലെങ്കിൽ പണയം വെച്ചു, അല്ലെങ്കിൽ അത് പുതുക്കാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കും എവിടെന്നെങ്കിലും. ഇതല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ. ഇതൊക്കെയാണ് മിക്ക ഓട്ടോക്കാരുടെയും ജീവിതം. ഇതൊക്കെ തന്നെയാണ്. എല്ലാ ഡ്രൈവർമാർക്കും ആഗ്രഹമുണ്ട് ഒരു ഈ പറയുന്ന പോലെ വയസ്സാകുമ്പോൾ ആരും കാണത്തില്ല, വയസ്സാകുമ്പോൾ ഒന്നും സമ്പാദ്യമില്ല, പിള്ളേരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു, ഒരു വീട് വെക്കാൻ കഴിഞ്ഞു, ഇതൊന്നും അല്ലാതെ ഒന്നും മീതിയില്ല. വയസ്സാം കാലത്ത് ഞാൻ എന്തോ ചെയ്യും, അതിനുവേണ്ടി ഒരു ചെറിയൊരു സേവിങ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഡ്രൈവർമാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ എന്തോ ചെയ്യാൻ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിച്ച് സൂക്ഷിച്ച് വെച്ചൊരു ചെറിയൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും വണ്ടിക്ക് ഒരു എഞ്ചിൻ പണിയോ ഗിയർ ബോക്സ് പണിയോ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ എന്ന് പറയേണ്ട എന്തെങ്കിലും ഒരു കുഴയൊക്കെ വരും. ആ പൈസ അതുപോലെ ഇറങ്ങിപ്പോവും. പിന്നെ അതും കാണത്തില്ല. അതിന് പിന്നെ അതിൻ്റെ കടം തീർക്കാൻ വേണ്ടി, അത് കൂടാതെ വരുന്ന കടം തീർക്കാൻ വേണ്ടി വേറെ അടുത്ത് ഫിനാൻസ് ഇടും, അല്ലെങ്കിൽ ലോൺ എടുക്കും, പണയം വെക്കും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം. എല്ലാ ഡ്രൈവർമാർക്കും ആഗ്രഹമുണ്ട് ഒരു മിച്ചം പിടിക്കണം. വയസ്സാം കാലം കഴിയുമ്പോൾ ഞാൻ ഈ ഫീൽഡ് വേണ്ടി വരും, എനിക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ വരുമാനമില്ല, ഞാൻ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഡ്രൈവർമാർ ഒരുപാട് പേര് കാണും. എന്തോ ചെയ്യാൻ പറ്റും? ഇതും കൊണ്ടൊക്കെ ഇറങ്ങി. ഇതാണ് നമ്മുടെ അവസ്ഥ.